ചങ്കാളെ മുത്തുമണിയാളെ പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇപ്പോൾ ബേപ്പൂരിൽ നിന്നുള്ള ഒരു വീഡിയോ ദൃശ്യമാണ്. ഇപ്പോൾ ഈ വീഡിയോസ് ഇന്നോ ഇന്നലെയോ എടുത്തതല്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബേപ്പൂർ പോകുമ്പോൾ പലപ്പോഴായി എടുക്കുന്ന വീഡിയോസാണ്. നമുക്ക് മീൻ എടുക്കുന്നതിനിടക്ക് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഒരു സമയത്ത് അങ്ങനെ വീഡിയോസ് എടുത്ത് നടക്കാൻ പറ്റില്ല. നമ്മൾ മീൻ എടുക്കുന്ന ആളായതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടക്ക് ചെറിയ ചെറിയ ഷോർട്ടായിട്ടുള്ള വീഡിയോസുകൾ ഇതിലെടുത്ത് ചേർത്ത് വെച്ചിട്ട് അത് ക്രോഡീകരിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലൊരു വീഡിയോസാക്കി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നൂറുകണക്കിന് ബോട്ടുകളൊക്കെ കരക്കടിപ്പിച്ച് വെച്ച് നിൽക്കുമ്പോൾ അത്രയും നല്ല മീനുള്ളൊരു സമയത്താണ് നമ്മൾ ആ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ പൊതുവെ കുറവുള്ളൊരു സമയമാണ്. ബേപ്പൂരായാലും മധുരിലൊക്കെ പൊതുവെ മീൻ കുറഞ്ഞ ഒരു സമയം. ഒന്നാമത് നിലാവുള്ള സമയം ആയതുകൊണ്ട് തന്നെ മീനുകൾ പിടിക്കാൻ പെട്ടെന്ന് കിട്ടാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് മീൻ പൊതുവെ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് 2-3-4 ഘട്ടങ്ങളായിട്ട് എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ നല്ല മീനുകളുള്ള സമയം നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കുക. അപ്പോൾ അതിൽ അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടുത്തെ ഒരു ക്രൗഡ്, ജനങ്ങളുടെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ബേപ്പൂര് സംബന്ധിച്ചുള്ള അവസ്ഥകളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ അറിയാത്തവർക്കൊക്കെ മനസ്സിലാക്കാനും കൂടിയാണ് ഈ വീഡിയോ നമ്മൾ നിങ്ങളെ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നൂറുകണക്കിന് ബോട്ടുകളൊക്കെ കരക്കടിപ്പിച്ചു കൊണ്ടുള്ള ആ ഒരു ദൃശ്യം കൂടിയൊക്കെ ശരിക്ക് നിങ്ങൾക്കൊന്ന് വീക്ഷിക്കാം. അപ്പോൾ എൻ്റെ ചങ്കാൾക്കും വേണ്ടി ഇത് ഞാൻ സമർപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചങ്കാളെ ബേപ്പൂരിലേക്ക് ബോട്ടിലേക്കുള്ള പണിക്കാരെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് കേട്ടോ. അത് നമ്മളെ PTS അരീക്കോടാണ്. ഭൂമിയുമായിട്ട് വരുന്ന രംഗമാണ്. നമ്മളെ PTS അരീക്കോട് ഉള്ള ആളാണ് ഇപ്പോൾ മീൻ ഭൂമിയും കൊണ്ടുപോയത്. അപ്പോൾ അത് വലിയ മീനാണ്. ഓല മീനാണ്, വലിയ മീനാട്ടോ. ഓല തള എന്ന് പറഞ്ഞ 2 ഐറ്റം മീനുണ്ട്. അപ്പോൾ അതിലേക്ക് ഓല മീനാണ്. ഈ പുറത്ത് ഓലുള്ള ഐറ്റംസിനാണ് ഓല മീൻ എന്ന് പറയുക. അതേ സ്ഥാനത്ത് ഓലില്ലാത്ത ഐറ്റംസ് ഉണ്ട്, അതിന് തള എന്ന് പറയും. തള നമ്മൾ 2 ദിവസം മുന്നേ കൊണ്ടോട്ടി മാർക്കറ്റിൽ നിന്ന് നമ്മൾ വെട്ടിയിരുന്നു. തള പറഞ്ഞ വലിയ മീൻ 327 കിലോ ഉണ്ട്. അത് തള മീനാണ്. ഇതിൻ്റെ പുറത്ത് ഓല മോഡൽ ഉണ്ടാകുന്നതിനാണ് ഓല മീൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടോളി, ഇതാണ് മാർക്കറ്റിലെ മീനുകളൊക്കെ ഉള്ള സമയത്ത് ഉള്ള വീഡിയോസുകളാണ്. ഓക്കെ, നമ്മളെ PTS തന്നെ വീണ്ടും. അപ്പോൾ നമ്മൾക്കുള്ള മീനൊക്കെ ആയതിനു ശേഷം അത് നമ്മളെ വണ്ടിയിലേക്ക് ഐസിട്ട് ലോഡായിട്ട് കയറ്റാണ്ടോ. നമ്മളെ ചോട്ടുകാർ വന്നാണ്ട് നമ്മളെ ഇറക്കൽ ചോട്ടുകാർ ചുമട്ടുകാർ തൊഴിലാളികളാണ് നമ്മൾ വണ്ടിയിലേക്ക് മീൻ കയറ്റുന്നത്. അതിൻ്റെ ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്.